എല്ലാവർക്കും എൻ്റെ നമസ്തേ. ഞാൻ ഇന്നൊരു ഗംഭീര വീഡിയോ കാണാനിടയായി. അത് കണ്ടപ്പോൾ അങ്ങേയറ്റത്തെ ആശ്ചര്യവും അത്ഭുതവും തോന്നി. കാരണം ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാനായിട്ട് ഇന്നലെ മുതൽ ഉടുപ്പ് തയ്പ്പിച്ച് കാത്തിരിക്കുന്ന, ഇന്ന് പ്രധാനമന്ത്രിയാവും, നാളെ പ്രധാനമന്ത്രിയാവും, മറ്റന്നാൾ ഉച്ചയ്ക്കും പ്രധാനമന്ത്രിയാവും എന്ന് പറഞ്ഞിട്ട് കോഴി പറഞ്ഞ പോലെ, കോഴിക്ക് മുല വരുന്ന പോലെ കാത്തിരിക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു കടും പൊട്ടൻ, ഒരു ലോക പൊട്ടൻ, അതും അതിന്റെ നേതാക്കളും. അപ്പൊ ഈ പറയുന്ന ലോക പൊട്ടന്റെ പാർട്ടിയുടെ, അതായത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പിന്നെ തലപ്പത്തിരിക്കുന്ന ഇന്നത്തെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ, ആ പേരിൽ തന്നെ ഗംഭീരതയുണ്ട്. അപ്പൊ അദ്ദേഹം ഇന്ന് ലോകസഭയില് പിന്നെ സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. പച്ചയ്ക്ക് തന്തയ്ക്ക് വിളിക്കാന്ന് പറയും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തന്തയ്ക്ക് വിളിക്കുക, മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനുശേഷം നിങ്ങൾ ഒന്ന് വിലയിരുത്തൂ ഇതിൽ എത്രത്തോളം മാന്യതയുണ്ട്, മര്യാദയുണ്ടെന്ന്. मोदी जी ने कहा था रुपए अस्पताल में है। हाँ, तेरा बाप का भी मेरे ऐसा साथी था, तू क्या बात करता है? उसको लेके घुमा। चुप 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 चुप। കേട്ടല്ലോ, ഇതാണ് പച്ചയ്ക്ക് തെരാ ബാപ് കാ നഹി ഹെ, ഇതാണ് പറയുന്നത്. മോദിജി പൈസ അസ്പത്താൽ മേ ഹെ എന്ന് പറഞ്ഞപ്പോഴ് തിരിച്ച് അതെന്താണ്, വിഷയം എന്താണെന്ന് മുഴുവനായിട്ട് മനസ്സിലായില്ല. ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ പൈസ ആസ്പത്താൽ, മോദിജീനെ കഹ പൈസ ആസ്പത്താൽ മേ ഹെ. അപ്പോ അപ്പുറത്തുനിന്ന് വരുന്ന ഒരു ശബ്ദമാണ് ഈ പറയുന്നത്. എന്തോ അവര് ബഹളം പറയുന്നുണ്ട്, തിരിച്ചെന്തോ ഒരു മറുപടി വരുന്നുണ്ട്. അപ്പൊ ആ മറുപടിക്ക് ഇദ്ദേഹം തിരിച്ചു പറയുന്നതാണ് തേരാ ബാപ് കാ നഹി ഹെ എന്ന്. തേരാ ബാപ് കാ നഹി ഹെ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. അത് കഴിഞ്ഞിട്ടും അദ്ദേഹം പറയുന്നു ചുപ്. അവര് ബഹളം വെച്ചപ്പോ ഇദ്ദേഹം പറയാണ് ചുപ് ചുപ്. അപ്പോ ഞാൻ ചോദിക്കുന്നത്, ഈ ലോകസഭാ മന്ദിരവും അവിടെ ഇരിക്കുന്ന എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളും മല്ലികാർജുൻ ഖാർഗെ ആപ്കാ ബാപ്കാ ഹേ ക്യാ? ഈ മല്ലികാർജുൻ ഖാർഗെയും കോൺഗ്രസ്സുകാരോടും ഞാൻ ചോദിക്കുന്നത്, തുമാരാ ബാപ്കാ തോ നഹി ഹെ നാ? मल्लिकार्जुन खड़गे का बाप का है तो फिर ठीक है, हाँ, और कुछ प्रॉब्लम नहीं है. अगर ലോക്സഭാ മന്ദിരം ആൻഡ് അവിടെ ഇരിക്കുന്ന മനുഷ്യര് അവരെല്ലാവരും ഈ കോൺഗ്രസ്സുകാരുടെ അപ്പന്റെ തിരുധനം കൊണ്ട് പണിതതാണ് ലോകസഭാ മന്ദിരം എന്നുണ്ടെങ്കിൽ അപ്പൊ ഈ പറയുന്നതിനൊക്കെ ഒരു അന്തസ്സുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ തൊട്ട് നേരെ ഇരിക്കുന്ന പ്രതിപക്ഷമാണെന്നാണ് പറയുന്നത്. പ്രതിപക്ഷം നാളെ പ്രധാനമന്ത്രിയാവാനായിട്ട് ഉടുപ്പും തയ്പ്പിച്ച് കാത്തിരിക്കുന്ന പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം പറയുന്ന ഭാഷയാണ് എന്ത്? ഒരു വാക്ക് വേണ്ടി രണ്ടാമത്തെ വാക്കിന് ഇയാളുടെ, അതായത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണെന്ന് ഓർക്കണം. ഈ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പറയുന്ന ഭാഷയാണ് നിന്റെ തന്തയുടെ വകയല്ല എന്ന്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പിന്നെ മല്ലികാർജുൻ ഖാർഗെയുടെ തന്തയുടെ വകയാണോ? അതോ മല്ലികാർജുൻ ഖാർഗെയുടെ തന്തയുടെ വകയാണോ? അതോ കോൺഗ്രസ്സുകാരുടെ മൊത്തം തന്തമാരുടെ വകയാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണെന്ന്. ഈ ഒന്നും വേണ്ടി രണ്ടാമത്തേന് ഇങ്ങനെ പറയുന്നത് എന്ത് വിഷയത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണെങ്കിലും വളരെ ഗംഭീരമായി. അപ്പോ ഇത് കേൾക്കുമ്പോ എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്, ഈ പറഞ്ഞത് മോദിജിയോ അമിത്ഷായോ അല്ലെങ്കിൽ രാജ്നാഥ് സിംഗോ അല്ലെങ്കിൽ അതിനോടനുബന്ധപ്പെട്ട മനുഷ്യരോ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, BJP പാർട്ടിയില്, ഭാരതം ഭരിക്കുന്ന BJP പാർട്ടിയിൽ ആരെങ്കിലും ആയിരുന്നു ഇങ്ങനെ ഒരാളെ അപ്പുറത്ത്, അവരങ്ങനെ ചെയ്യില്ല, അവരുടെ സംസ്കാരം അതിന് അനുവദിക്കുന്നില്ല, അത് വേറെ കാര്യം. അതുകൊണ്ട് അവര് ആണ്, അതിൽ ആരെങ്കിലും BJP പാർട്ടിയിലെ ആരെങ്കിലുമാണ് ഇത് തിരിച്ച് ഇതുപോലെ ഇതുപോലൊരു ഭാഷ ഉപയോഗിച്ചെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ചാനൽ മീഡിയാസ് എല്ലാം ഇന്ന് പായസവും പപ്പടവും സദ്യയും വെച്ച് ആഘോഷിച്ചേനെ. ചർച്ചിച്ച് ലോകം മുഴുവനുള്ള മനുഷ്യരെയും വിളിച്ചു വരുത്തി ചർച്ചിച്ചിട്ട് ഇവരങ്ങ് ആഘോഷിച്ച് ഗംഭീരമാക്കിയേനെ. ഇതിപ്പം മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതുകൊണ്ട് നമ്മുടെ ഷാനിക്കോ പരുത്തിക്കാടിനോ പരുത്തിക്കുരുവിനോ ആർക്കും ഒരു തരത്തിലുള്ള ഹാഷ്മിക്കൊന്നും ഒന്നും പൊങ്ങുന്നില്ല, യാതൊന്നും പൊങ്ങുന്നില്ല. എല്ലാവരുടെയും പത്തി താഴ്ത്തി മിണ്ടാതിരിക്കണം. ആരും അറിഞ്ഞിട്ടേ ഇല്ല. ഹിന്ദി ഹംകോ പതാ നഹി ഹെ, ഹിന്ദി കാ മീനിങ് പതാ നഹി ഹെ, ഹംകോ ഹിന്ദി മാലൂം നഹി ഹെ, ക്യാ ഹിന്ദി ഹെ, ഹാ ഹേ ഹും, അതന്നെ, അതാണ് അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് മല്ലികാർജുൻ ഖാർഗെ നല്ല പച്ച ഹിന്ദിയില് തന്തയ്ക്ക് വിളിച്ചപ്പോ നമ്മുടെ നാട്ടിലെ മലയാളം മാധ്യമങ്ങൾ മാപ്രകൾക്കൊന്നും ഒന്നും മനസ്സിലായിട്ടില്ല. എല്ലാവരും പൊട്ടന ഒണേഷ് കിട്ടിയ പോലെ മിണ്ടാതിരിക്കുകയാണ്, തൊണ്ടയിൽ പുഴുത്ത പോലെ.
അപ്പോ ഇത് BJP-ക്കാർ ആരെങ്കിലും ആണ് പറഞ്ഞിരുന്നെങ്കിൽ ദൈവമേ ഇന്ന് കേരളം പോയിട്ട് മൊത്തം ഇന്ത്യ മഹാരാജ്യം പൊളിച്ച് മോദിജി രാജിവെച്ച് അവിടെ എല്ലാത്തിനെയും അവിടെ നിന്ന് ഓടിച്ചു വിട്ടേനെ നമ്മുടെ മാപ്രകൾ മൊത്തം. ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ. ഇത്രയും എരണം കെട്ട ഒരു മാധ്യമങ്ങൾ മാപ്രകൾ ഈ കേരളത്തില് പറയാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ, നല്ല പച്ച പേരക്കൂമ്പില്ലേ, നല്ല പച്ച പേരക്കൂമ്പും നല്ല പച്ച മഞ്ഞളും നല്ലോണം കുത്തി പിഴിഞ്ഞ് 4 നേരം കുടിക്കേണ്ട വർഗ്ഗങ്ങളാണ് ഈ മാധ്യമങ്ങൾ, നമ്മുടെ നാട്ടിലത്തെ മെയിൻ മാധ്യമങ്ങൾ. പക്ഷേ സോഷ്യൽ മീഡിയ എന്നുള്ള സംഗതി ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നു, സത്യമറിഞ്ഞു പോകുന്നു, എന്നും സത്യമേവ ജയതേ. അപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്തേ.